അഞ്ചൽ ഏരൂരിൽ വീട്ടിൽ നിന്നും സ്വർണവും പണവും മോഷ്ടിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്തു. അഞ്ചലിലെ സ്വകാര്യ ബസ് ഡ്രൈവറായ ജിതിൻ ഏലിയാസാണ് ഏരൂർ പോലീസിന്റെ പിടിയിലായത്. സ്വർണവും പണവും നഷ്ടപ്പെട്ട ഏരൂർ സ്വദേശി ഷീജ സുഗതൻ ദമ്പതികളുടെ മകന്റെ സുഹൃത്തും സ്വകാര്യ ബസ് ഡ്രൈവറുമാണ് ജിതിൻ ഏലിയാസ്. ഇയാൾ മാത്രമാണ് വീട്ടിൽ വന്നിട്ടുള്ളതെന്ന പരാതിയിൽ ഏരൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ജിതിൻ ഏലിയാസ് അറസ്റ്റിലായത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് സ്വർണവും പണവും നഷ്ടപ്പെട്ട വിവരം വീട്ടുകാർ അറിയുന്നത്. വീട്ടുടമസ്ഥൻ സുഗതന്റെ പിതാവ് മരണപ്പെട്ട കാര്യവുമായി ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളിൽ വീട്ടിൽ ആളില്ലായിരുന്നു. ഈ സമയത്താണ് വീട്ടിൽ മോഷണം നടന്നത്. മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞ് 17-ാം തീയതി വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം വീട്ടുകാർ അറിയുന്നത്. തുടർന്ന് ഏരൂർ പോലീസിൽ ഇവർ പരാതി നൽകുകയായിരുന്നു. 17/6/2026 അതായത് ഇന്നലെ വൈകുന്നേരം ഏരൂർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള ഒരു വിളക്കുപാറ എന്ന സ്ഥലത്ത് ഉള്ള ഒരു ഷീജ എന്ന സ്ത്രീ ഇന്നലെ ഒരു സന്ധ്യയോടുകൂടി അവരെ വീട്ടിൽ നിന്ന് കുറച്ച് ആഭരണങ്ങളും പിന്നെ രൂപയും മോഷണം പോയതായിട്ട് ഒരു പരാതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പറയുന്ന ഷീജയുടെ ഭർത്താവിൻ്റെ അച്ഛൻ മരിച്ചതായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഭർത്താവിൻ്റെ ബന്ധു വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ഈ കൂടുതലായിട്ട് കാര്യങ്ങൾ ചോദിച്ച സമയത്ത് ഷീജയുടെ മകൻ്റെ കൂട്ടുകാരും കഴിഞ്ഞ ഞായറാഴ്ച വീട്ടിൽ വന്നിട്ട് പോയിട്ടുള്ളതായിട്ട് നമുക്ക് വിവരം കിട്ടി. അപ്പോൾ കൂടുതലായിട്ടും അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചതിൽ ഈ പറയുന്ന ഈ വ്യക്തിയാണ് ഈ കൂടെ വന്നിട്ടുള്ള ഒരു ജിതിൻ ഏലിയാസ്. അപ്പം ജിതിൻ ഏലിയാസ് ഒരു നമുക്കൊരു സംശയം പോലെ തോന്നി. അപ്പോൾ കൂടുതലായിട്ട് ഇയാളെ തിരക്കാനും നമ്മുടെ പ്രിൻസിപ്പൽ എസ് ഐ പ്രിയയും ഞാനും ഉൾപ്പെടെയുള്ള എൻ്റെ സഹപ്രവർത്തകർ ഉൾപ്പെടെ ഈ പറയുന്ന ജിതിൻ ഏലിയാസ് സംശയിക്കുന്ന ജിതിൻ ഏലിയാസിനെ അന്വേഷിച്ച് പല സ്ഥലത്തും പോവുകയും അന്വേഷണത്തിൽ ഈ പറയുന്ന ജിതിൻ ഏലിയാസ് അഞ്ചൽ ഭാഗത്തുള്ള ഒരു ലോഡ്ജിൽ വാടകയ്ക്ക് താമസിക്കുന്നതായിട്ട് വിവരം കിട്ടി. അങ്ങനെ രാത്രിയോടുകൂടെ ഈ ജിതിൻ ഏലിയാസിനെ കണ്ടെത്തുകയും സ്റ്റേഷനിലോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് കൂടുതലായിട്ട് ചോദ്യം ചെയ്തതിൽ ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ ഇയാളെ കുറ്റസമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ലോഡ്ജിൽ നമ്മൾ പരിശോധന നടത്തുകയും ഈ പറയുന്ന ഷീജയുടെ നഷ്ടപ്പെട്ടു പോയ സ്വർണത്തിൻ്റെ കുറച്ച് ഭാഗവും രൂപയും ഈ പറയുന്ന ലോഡ്ജിൽ നിന്ന് പോലീസിന് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ടുള്ള അന്വേഷണവും ഈ മറ്റ് കാര്യങ്ങളുമൊക്കെ പ്രതിയെ കൂടുതലായിട്ട് കസ്റ്റഡി വാങ്ങിച്ചതിന് ശേഷം നടത്തുന്നതായിട്ട്. പിന്നെ ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീക്ക് നമുക്ക് എല്ലാവരെയും സ്വർണത്തിൻ്റെ വിലയൊക്കെ ഒരുപാട് കൂടിയിട്ടുള്ളതാണ്. സാധാരണ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീക്ക് അവരുടെ വീട്ടിൽ നിന്നും ആഭരണവും പണവും ഒക്കെ നഷ്ടപ്പെട്ടത് അവർ ഒരുപാട് പേടിയും ഒരു ഭീതിയും ചെലുത്തുക. അവരുടെ വീട്ടിൽ കള്ളം കയറുക, അവിടെ നിന്ന് ആഭരണം എടുത്തുകൊണ്ട് പോവുക, ഒരുപാട് ഭീതിയും അവർ വളരെ സങ്കടത്തോടെയാണ് സ്റ്റേഷനിൽ വന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സാധാരണ കുടുംബത്തിൽ പ്രത്യേകിച്ച് ഞാൻ അവർ ജീവിക്കുന്ന ഒരു ചുറ്റുപാടിൽ അവർക്കൊരു നീതി ലോപിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചതിൽ വളരെയധികം ചാരിതാർത്ഥമുണ്ട്. ഇനി ഈ മോഷണ മുതലുകളെ പറ്റിയും മറ്റു കാര്യങ്ങളും ഇതിൽ കൂടുതലായിട്ട് ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും ഉള്ള അന്വേഷണം പ്രതിയെ കൂടുതലായിട്ട് കസ്റ്റഡി വാങ്ങിച്ചതിന് ശേഷം നടത്തുന്നതായിരിക്കും. അഞ്ചൽ കോളേജ് ജംഗ്ഷനിലെ വാടക റൂമിൽ നിന്നും ഏരൂർ പോലീസ് ജിതിൻ ഏലിയാസിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. റൂമിൽ സുഹൃത്തുക്കൾക്കൊപ്പം ആഘോഷം നടക്കുകയായിരുന്നു. അപ്പോൾ ജിതിൻ ഏലിയാസ് ഇതിനു മുമ്പ് പരാതിക്കാരായ ദമ്പതികളുടെ കുടുംബ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട്. 12,000 രൂപയും 2.5 പവന്റെ സ്വർണവുമാണ് ജിതിൻ ഏലിയാസ് ഈ വീട്ടിൽ നിന്നും മോഷ്ടിച്ചത്. 10 ഗ്രാമിന്റെ മാല, 2 ഏലസുകൾ, 1/2 പവൻ വരുന്ന കമ്മൽ എന്നിവയാണ് വീട്ടിൽ നിന്നും മോഷണം പോയത്.